എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ഫിലിമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് അനന്ത് രാജേന്ദ്രൻ. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഫിലിം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മൂവി റിവ്യൂ തന്നെയാണ്. ഇതും പഴയ മലയാള സിനിമ തന്നെയാണ്. സിനിമയുടെ പേര് അടിമച്ചങ്ങല. ഈ ചിത്രം നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമ കൂടിയാണ്. 1981 പുറത്തിറങ്ങിയ ഈ ചിത്രം ഒക്ടോബർ 8 അന്നത്തെ പൂജാവധി സമയത്താണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ശ്രീ സായി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ RS ശ്രീനിവാസൻ നിർമ്മിച്ച് മലയാള സിനിമയിലെ ഹിറ്റ് മേക്കറായിരുന്ന അന്തരിച്ച പ്രശസ്ത സംവിധായകൻ AB രാജ സാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ കൊച്ചിൻ ഹനീഫിക്കയാണ് നിർവഹിച്ചിരിക്കുന്നത്. തിരക്കഥയും സംഭാഷണവും VP സാരഥി നിർവഹിച്ചിരിക്കുന്നു. ഈ സിനിമയുടെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ RK ദാമോദരൻ മാഷും സംഗീതം MK അർജുനൻ മാഷുമാണ് നിർവഹിച്ചിരിക്കുന്നത്. മലയാള സിനിമയിലെ എവർഗ്രീൻ താരജോഡികളായിരുന്ന പ്രേം നസീർ, ഷീല എന്നിവരുടെ അവസാനത്തെ സിനിമ കൂടിയാണ് അടിമച്ചങ്ങല എന്ന് പറയുമ്പോൾ. മാത്രമല്ല ശ്രീ സായി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നസീർ സാറ് അവസാനമായിട്ട് അഭിനയിക്കുന്ന സിനിമയും അടിമച്ചങ്ങല തന്നെ. ഈ ചിത്രം 1969 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ സിനിമ ദി ഫൈവ് മാൻ ആർമിയുടെ റീമേക്കാണ്. പ്രേം നസീർ, ഷീല എന്നിവർ കൂടാതെ ബാലൻ K നായർ സാർ, പിന്നെ ജോസ് പ്രകാശ് സാർ, കൊച്ചിൻ ഹനീഫിക്ക തുടങ്ങിയവരും ഈ സിനിമയിൽ അഭിനയിക്കുന്നു. ഒപ്പം ഫിലോമിന ചേച്ചി, പ്രതാപേന്ദ്രൻ സാറ്, KPC സണ്ണി സാർ എന്നിവരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുകയാണെങ്കിൽ 1920 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പട്ടാളം ഇന്ത്യക്കാരെ ആക്രമിച്ചൊരു കഥയാണ്. അപ്പോൾ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പോരാടുന്ന ഒരു കഥാപാത്രമായിട്ട് നസീർ സാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നു. അബ്ദുൾ റഹ്മാൻ എന്നൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നു. രണ്ട് കാലഘട്ടം മിക്സിംഗ് ആണ്. ഒന്ന് നമ്മുടെ നസീർ സാറ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഒരു കഥയും, പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് വരുന്ന കഥാപാത്രത്തിൻ്റെ കഥയും കാണിക്കുന്നുണ്ട്. മകൻ ഇതിലൊരു പോലീസ് ഓഫീസറാണ്, ഇൻസ്പെക്ടർ സലീം എന്ന കഥാപാത്രം. അപ്പോൾ രണ്ടും മിക്സഡ് ആയിട്ടുള്ളൊരു കഥയാണ് സിനിമ എന്ന് പറയുമ്പോൾ. അപ്പോൾ സിനിമയുടെ ആരംഭം തന്നെ മകനായി വരുന്ന ഇൻസ്പെക്ടർ സലീം എന്ന കഥാപാത്രത്തിലൂടെയാണ്. അപ്പോൾ മകൻ കള്ളക്കടത്തുകാരുമായുള്ള കാർ ജീപ്പ് ചേസ്, 2 സ്റ്റണ്ട്, ഒരു ഫൈറ്റ്, കാമുകിമത്തുള്ള പാട്ടും ഡാൻസ് എന്നിവയെല്ലാം കോർത്തിറങ്ങിയിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് മകൻ്റെ കഥയിലൂടെ കാണിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നസീർ സാറിൻ്റെ എൻട്രിയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സീൻ, രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ശിക്ഷ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫ്ലാഷ് ബാക്കാണ്. ഇങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഒരു കഥയാണ്. ബ്രിട്ടീഷുകാരുടെ നേതാവായിട്ട് അഭിനയിക്കുന്നത് ജാഫർ ഖാൻ എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ടായിരുന്നു. 80s മലയാളത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അന്യഭാഷ നടനാണ്. ഹിന്ദിയിൽ ഷോലെ എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായപ്പോൾ അതിലെ വില്ലനായിട്ട് ഫേമസ് ആയ നമ്മുടെ അംജദ് ഖാൻ്റെ ഒരു മലയാളം വേർഷനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. അദ്ദേഹം നസീർ സാറിൻ്റെ തന്നെ അങ്കച്ചമയം, ആക്രോശം പിന്നെ തുടങ്ങിയ സിനിമകളിലും, പിന്നെ ലാലേട്ടൻ്റെ കൂടെ ശോഭരാജ്, മമ്മൂട്ടിലടിമ തുടങ്ങിയ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ബ്രിട്ടീഷുകാരുടെ നേതാവായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നത്, വില്ലനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ബ്രിട്ടീഷ് പട്ടാളം ഇന്ത്യക്കാരെ ആക്രമിക്കുകയും അപ്പോൾ അതിനെതിരെ പോരാടാൻ വേണ്ടി നസീർ സാറും കൂട്ടാളികളും ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നസീർ സാറിനെയും സംഘത്തിനെയും പരോക്ഷമായിട്ട് സഹായിക്കാൻ വരുന്നത് ആലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അത് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ബാലൻ K നായർ സാറാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഒരു സീനിയർ നേതാവായിട്ട് വരുന്നത് ആലി മുസ്ലിയാറാണ്. അപ്പോൾ ഈ നസീർ സാറിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ ഹനീഫിക്ക വരുന്നുണ്ട്. നസീർ സാറിൻ്റെ കൂടെ നിൽക്കുന്ന കട്ടക്ക് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. വീരശൂര പരാക്രമമായിട്ട് നല്ല സാഹസകനാണ്. പിന്നെ വരുന്ന നമ്മുടെ ജോസ് പ്രകാശാണ്. പിന്നെ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള സൂപ്പർ സുബ്രായനും, പിന്നെ മലേഷ്യ ഭാസ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്ററാണ് ഇദ്ദേഹം. പിന്നെ സൂപ്പർ സുബ്രായൻ തമിഴിലെ വലിയ പോപ്പുലർ ആയിട്ടുള്ള സ്റ്റണ്ട് മാസ്റ്ററാണ്. ലാലേട്ടൻ്റെ ഒട്ടുമിക്ക മലയാള സിനിമയിലൊക്കെ അദ്ദേഹം സ്റ്റണ്ട് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നരസിംഹം, അനിബായി, അതുപോലെ തന്നെ മാന്ത്രികം, പ്രജ തുടങ്ങിയ സിനിമയുടെയൊക്കെ സ്റ്റണ്ട് മാസ്റ്റർ ഇദ്ദേഹമാണ്. പിന്നെ വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ റാവുത്തറായിട്ട് അഭിനയിച്ച വിജയരംഗരാജു, ഇവരൊക്കെയാണ് നസീർ സാറിൻ്റെ കൊടുത്തുവിട്ട ആൾക്കാർ. അപ്പോൾ ഇതിനകത്താണെങ്കിൽ കൊച്ചിൻ ഹനീഫിക്കയുടെ റോൾ നല്ല മികച്ച റോളും കൂടിയാണ്. കാരണം ഇതിനകത്ത് തീപ്പൊരി ഡയലോഗുകളും സാഹസരങ്ങളൊക്കെ വളരെ ഫേമസ് ആണ്. ഈ ഭയങ്കര രോമാഞ്ചം ഉണ്ടാക്കിയിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ ഇതിനിടയിലാണ് നമ്മുടെ ജോസ് പ്രകാശ് നിന്ന് ഇപ്പോൾ മറകണ്ഠം ചാടുന്നുണ്ട് നസീർ സാറിനെ ചതിക്കാൻ വേണ്ടിയിട്ട്, സമ്പന്നാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയിട്ട് നസീർ സാറിനെ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടയ്ക്കും. അപ്പോൾ അതിൻ്റെ പകരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നസീർ സാർ ജയിലിൽ നിന്ന് വരുന്നത് ശിക്ഷ കഴിഞ്ഞിട്ട്. അപ്പോൾ ശിക്ഷ കഴിഞ്ഞ് നസീർ സാർ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഭാര്യ ഷീലയുമായിട്ടും മകൻ സലീമായിട്ടും ഒന്നിക്കുന്നുണ്ടെങ്കിലും ആശയപരമായിട്ട് ഈ അച്ഛനും മകനും വെവ്വേറെ ദിശകളിലാണ്, ധ്രുവങ്ങളിലാണ്.
വ്യത്യസ്ത നിലപാടുള്ള ഇവർ രണ്ടുപേരും പരസ്പരം ഒട്ടേറെ സന്ദർഭങ്ങളിൽ കൊമ്പ് ഓർക്കും. പിന്നീട് മകൻ മനസ്സിലാക്കും അച്ഛൻ്റെ നിലപാടാണ് ശരിയെന്ന് മനസ്സിലാക്കി അച്ഛനുമായിട്ട് ഒന്നിക്കും. ഇതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് പറയാം. ക്ലൈമാക്സ് എന്ന് പറയുന്നത് കണ്ടെയ്നറും ക്രെയിനുകളൊക്കെ അടങ്ങുന്ന ഒരു തുറമുഖ ലൊക്കേഷനാണ്. അപ്പോൾ ഈ ഒരു കൂറ്റൻ സ്ലാബ് മകൻ സലീമിന് നേരെ വരുന്നുണ്ടപ്പോൾ ആ മകനെ രക്ഷിക്കാൻ വേണ്ടി നസീർ സാറ് ചാടി വരെയും ആ മകനെ തള്ളി മാറ്റി ആ സ്ലാബ് ഈ നസീർ സാറിൻ്റെ ദേഹത്ത് പതിയുകയും പിന്നെ അതിനടിയിൽ ചതഞ്ഞറിഞ്ഞ് നസീർ സാറ് മരണമടിയാണ് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഒരു പിന്നാമ്പറ കഥ പറയുകയാണെങ്കിൽ ഇത് അക്കാലത്തെ ബിഗ് ബഡ്ജറ്റ് പടമാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ അതേ കാസ്റ്റ് എന്ന് പറയുന്നത് പ്രേം നസീർ, ജയൻ, ഷീല. ചുരുക്കി പറയുകയാണെങ്കിൽ നസീർ സാറിൻ്റെയും ഷീലാമ്മയുടെയും മകനായിട്ടാണ് ജയൻ സാറ് ഈ സലീം എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ സലീം എന്ന വേഷം ചെയ്യേണ്ടത്. നമുക്കറിയാലോ കോളിളക്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഒരു അപകടത്തിലാണ് ജയൻ സാറ് മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാലത്ത് ജയൻ സാറിന് ഒരുപാട് സിനിമകൾ ലഭിച്ചിരുന്ന സമയമാണ്. സൂപ്പർ സ്റ്റാറായ ശേഷം ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ. അതും നമ്മുടെ അക്കാലത്തെ വലിയ സംവിധായകന്മാരുടെ പടങ്ങളിലാണ് ജയൻ സാർ അഭിനയിക്കേണ്ടിരുന്നത്. തുഷാരം, സംഘർഷം, സ്ഫോടനം, ഗർജനം, അതേപോലെ തന്നെ ഭീമൻ, ധുവസംഗമം തുടങ്ങിയ സിനിമയുടെയൊക്കെ കൂട്ടത്തിൽ വരുന്ന സിനിമയായിരുന്നു അടിമച്ചങ്ങല. അപ്പോൾ ഈ ജയൻ സാറിന് ചെയ്യാൻ പറ്റുന്ന വേഷം ജയൻ സാറിനല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എടുത്ത സിനിമയായിരുന്നു. പക്ഷേ ഈ റോള് പിന്നീട് ആര് ചെയ്യിക്കും? ഒരുപാട് നമ്മുടെ നാട്ടിൽ അടുക്കൊരു വാർത്തയായിരുന്നു ജയൻ സാറിൻ്റെ മരണം. അപ്പോൾ ഈ റോള് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കും, ആര് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ മമ്മൂട്ടിയെ നിർദ്ദേശിച്ചിരുന്നു. അന്ന് സിനിമയിൽ വന്ന് കയറിയിട്ടുള്ളൂ മമ്മൂക്കയൊക്കെ. അപ്പോൾ പിന്നീട് ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള എ വി രാജ് സാറ് ഇടപെട്ടിട്ട് ഇങ്ങനെ അന്യഭാഷയിൽ നടന്നെ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം സിനിമ എടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നടനെ കൊണ്ടുവന്നു. അപ്പോൾ ജയൻ സാറ് മരിക്കുന്ന സമയത്താണെങ്കിൽ ഈ പറയുന്ന നടൻ സൗത്ത് ഇന്ത്യയിലുള്ള ഈ നടൻ വലിയ സ്റ്റാറായിട്ട് മാറി. ചെറുപ്പക്കാരനാണ്, 10-22 വയസ്സിൽ അദ്ദേഹം സ്റ്റാറായി. നല്ലൊരു മികച്ച ആക്ഷൻ ഹീറോ ആണ്, മികച്ച നടനാണ്, മികച്ച സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹം ഈ സ്റ്റണ്ടൊക്കെ ഡ്യൂപ്പിലാണ്ട് കൈകാര്യം ചെയ്യുന്ന നടനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരാധകരൊക്കെ ഇങ്ങനെ വിളിച്ചത് സാഹസ സിംഹ എന്നാണ്. കന്നഡയിലെ ഇതിഹാസ നടനായിട്ടുള്ള രാജ്കുമാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആരാധക വൃന്ദമുള്ള ഒരു നടനാണ്. ആ നടൻ്റെ പേരാണ് വിഷ്ണുവർദ്ധൻ. ആ വിഷ്ണുവർദ്ധനാണ് പിന്നീട് ഈ നസീർ സാറിൻ്റെ മകനായിട്ട് ഇൻസ്പെക്ടർ സലീം എന്ന വേഷത്തിൽ അഭിനയിച്ചത്. അപ്പം വിഷ്ണുവർദ്ധൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ് അടിമച്ചങ്ങല എന്ന് പറയുമ്പോൾ. പിന്നീട് അദ്ദേഹം മലയാളത്തിൽ അഭിനയിച്ചു. ജോഷിയുടെ കൗരവർ എന്ന സിനിമയിൽ അദ്ദേഹം നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ തന്നെ ഹരിദാസ് IPS എന്നൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അടിമച്ചങ്ങലയിലും കൗരവറിലും അദ്ദേഹം 2 സിനിമയിലും പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിലാണ് അഭിനയിക്കുന്നത്. പ്രത്യേകത കൂടി ഉണ്ട് നമുക്ക്. വിഷ്ണുവർദ്ധനെ കുറിച്ച് ഇപ്പോഴത്തെ 2K കിഡ്സിനൊക്കെ എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം. കാരണം രാജമാണിക്യം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ എക്കാലത്തെ മികച്ച ഹിറ്റ് സിനിമയുടെ കന്നഡ റീമേക്കിൽ ഇദ്ദേഹമാണ് അഭിനയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീമേക്ക് ട്രോൾ എന്ന പേരിൽ ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ തെറി കമൻസും ഇൻസൾട്ട് ചെയ്തിട്ടുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ കുറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. 2009 ഡിസംബർ 30 അദ്ദേഹം മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അവസാന നാളുകളിൽ അഭിനയിച്ച സിനിമ കൂടിയാണ്. പ്രമേഹ രോഗം പിടിപെട്ടിരിക്കുന്ന സമയത്ത് ചികിത്സയിലായിരിക്കുമ്പോൾ അഭിനയിച്ച സിനിമയാണ് ഈ രാജമാണിക്യത്തിൻ്റെ കന്നഡ റീമേക്ക് ബെല്ലാരി നാഗ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ കൗരവറിലെ പെർഫോമൻസ് ഒക്കെ ഈ മലയാളികൾക്ക് ഏറെക്കുറെ പരിചിതമായതുകൊണ്ട് ഇപ്പോൾ ഇൻസൾട്ടൊക്കെ ഏറെക്കുറെ വന്നിട്ടുണ്ട്. ഈ സിനിമ അടിമച്ചങ്ങല എന്ന് പറഞ്ഞ സിനിമ 3 പേരുടെ അരങ്ങേറ്റ സിനിമയാണ്. അതായത് ഒന്ന് ഞാൻ വിഷ്ണുവർദ്ധനെ പറ്റി പറഞ്ഞു. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് വിഷ്ണുവർദ്ധൻ്റെ പേരായിട്ട് നായികയായിട്ട് അഭിനയിച്ച നടിയാണ്. ഇവർ മലയാളിയല്ല, പഞ്ചാബിക്കാരിയാണ് സത്യത്തിൽ. പിന്നീട് ഇവർ 80കളിൽ മലയാളത്തിൻ്റെ പ്രിയ നടിയായിട്ട് മാറുകയും ചെയ്തു. ഒപ്പം കന്നഡയിലും തമിഴിലും ഹിന്ദിയിലൊക്കെ ഇവർ നായികയായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നടി മറ്റാരുമല്ല, സ്വപ്നയാണ് ആ നടിയുടെ പേര്. 80കളിലെ പ്രിയ നടിയായിട്ട് ശ്രദ്ധിക്കപ്പെട്ടൊരു നടിയാണ്. പിന്നെ മൂന്നാമത്തെ ആളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം വളരെ സ്പെഷ്യലാണ്. കാരണം ഇദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, പിന്നണിയിലാണ് പ്രവർത്തിച്ചത്. അന്ന് ഇദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ഒരു 14 വയസ്സ് പ്രായം. കീബോർഡ് പ്ലെയർ ആയിട്ടാണ് വർക്ക് ചെയ്തത് ഈ സിനിമയിൽ. നമ്മുടെ MK അർജുന മാഷിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ദിലീപ് കുമാർ എന്നാണ് ഈ കുട്ടിയുടെ പേര്. നമ്മുടെ പഴയകാല മലയാള സിനിമയിലെ സംഗീത സംവിധായകൻ RK ശേഖർ സാറിൻ്റെ മകനായിരുന്നു. അപ്പോൾ RK ശേഖർ സാറ് രോഗബാധിതനായിട്ട് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് MK അർജുന മാഷാണ് ഈ ദിലീപ് കുമാറിനെ വിളിച്ചിട്ടുണ്ടായി ഈ അടിമച്ചങ്ങല എന്ന സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ ദിലീപ് കുമാർ പിന്നീട് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് മാറി. ഒട്ടനവധി ഹിറ്റ് ഗാനങ്ങളൊക്കെ ഒരുക്കി നമ്മുടെയൊക്കെ ഫേവററ്റായിട്ട് മാറുകയും ചെയ്തു. അത് ഈ പറഞ്ഞ ദിലീപ് കുമാർ മറ്റാരുമല്ല, നമ്മുടെ AR റഹ്മാനാണ്.
അപ്പോൾ എ റഹ്മാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത മലയാള സിനിമയാണ് അടിമച്ചങ്ങല. പൊതുവെ മലയാളത്തിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ യോധ എന്ന് പറഞ്ഞ സിനിമയാണ്. ആ യോധയിലെ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആണല്ലോ. അപ്പോൾ അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ അടിമച്ചങ്ങല എന്ന സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ അക്കാലത്ത് വലിയൊരു വിജയം തന്നെയായിരുന്നു, ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഏകദേശം 1 വർഷത്തോളം ഈ പടം ഓടി. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ വിജയം വിഷ്ണുവർദ്ധനെ മലയാളത്തിലും വലിയൊരു സ്റ്റാറാക്കി മാറ്റി. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കന്നഡ സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. കള്ള കുള്ള എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് കള്ളനും കുള്ളനും, പിന്നെ സഹോദര സവാൽ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. രജനീകാന്ത് ആദ്യകാലത്ത് തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ വിഷ്ണുവർദ്ധൻ്റെ ഒപ്പം അഭിനയിച്ച സിനിമയായിരുന്നു സഹോദര സവാൽ. അപ്പോൾ ആ സിനിമ മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് സഹോദര ശബ്ദം എന്ന പേരിൽ ഡബ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒന്തേഗുരി എന്ന് പറഞ്ഞൊരു സിനിമ, ആക്ഷൻ സിനിമ, അത് അടിമച്ചങ്ങലയ്ക്ക് ശേഷം വന്ന സിനിമയാണ്. ആ സിനിമയും മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് ക്രിമിനൽസ് എന്ന പേരിൽ ഡബ് ചെയ്ത് വന്നു. പിന്നെ സത്യം ശിവസുന്ദരൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ ആണ് തോന്നുന്നു പ്രതികരണം എന്ന പേരിൽ ഡബ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സമർപ്പണം, പേരുകൾ തേടി, അങ്ങനെ നിരവധി സിനിമകളുടെ മലയാളത്തിൽ ഡബ് ചെയ്ത് വന്ന് അത് സൂപ്പർ ഹിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആണ് അദ്ദേഹം കൗരവർ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടിയുടെ ഒപ്പം ജോഷിയുടെ സംവിധാനത്തിൽ വന്ന സിനിമയിൽ അദ്ദേഹം മലയാളത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഷ്ണുവർദ്ധൻ്റെ ഭാര്യ കന്നഡയിൽ അറിയപ്പെടുന്ന ഒരു നടിയാണ് ഭാരതി. അവർ ഈ നസീർ സാറിൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ്, അടിമച്ചങ്ങലയ്ക്ക് മുമ്പ് പഠിച്ച കള്ളൻ എന്ന് പറയുന്ന 1969 പുറത്തിറങ്ങിയ സിനിമയിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ നടി പിന്നീട് മലയാളത്തിൽ കുറേ സിനിമയിൽ അഭിനയിച്ചു. നമ്മുടെ ലാലേട്ടൻ്റെ അമ്മയായിട്ട് നരസിംഹം എന്നുള്ള സിനിമയിലും ദേവാസുരം എന്നുള്ള സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കരുമാടിക്കുട്ടൻ എന്നുള്ള സിനിമയിൽ മണിച്ചേട്ടൻ്റെ അമ്മുമ്മയായിട്ടും, പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ മഴത്തുള്ളി കിളുക്കുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു യാത്രാമൊഴി, ഫോട്ടോഗ്രാഫർ തുടങ്ങിയ സിനിമയിൽ ലാലേട്ടൻ്റെ അമ്മയായിട്ട് വീണ്ടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നസീർ സാറിന് ഈ 2 പേരുടെ കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സിനിമയെക്കുറിച്ചുള്ള പൊതുവായൊരു അറിവെന്ന് പറയുന്നത് ഈ സിനിമയുടെ പ്രിന്റ് നഷ്ടപ്പെട്ടു പോയെന്നാണ്. പക്ഷേ ഈ അടുത്തിടെ, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെ സീനിയറായ വ്യക്തിയാണ്, സിനിമാ നിരൂപകനാണ്. സിനിമയെക്കുറിച്ചൊക്കെ ഒരുപാട് വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ റോയ് വീറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹവുമായി ഞാൻ ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ അറിവെന്ന് പറയുന്നത് ഈ സിനിമയുടെ CD ഉണ്ടെന്നാണ്. അതിൻ്റെ ഒരു ചിത്രം എനിക്ക് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വർഷങ്ങൾക്ക് മുമ്പ് ആരോട്ടൊരു പോസ്റ്റായിരുന്നു ഫേസ്ബുക്കിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ പറ്റിയിരുന്നെങ്കിൽ ഈ സിനിമ അപ്ലോഡ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗം അദ്ദേഹം ഒപ്പിക്കുമായിരുന്നു. ഒരു തെളിവെന്ന് പറയുന്നത് ഒരു വീഡിയോ സോങ് മാത്രമേ ഉള്ളൂ. അത് ഒരു മാപ്പിള സോങ് ആണ്, ഹസ്ബി റബ്ബി ഒരു മാപ്പിള സോങ്. അതിനകത്ത് നമ്മുടെ നസീർ സാറും ഷീലാമ്മയും കൊച്ചിൻ നിഫിക്കയും പിന്നെ പഴയകാല നടൻ നെല്ലിക്കോട് ഭാസ്കരൻ പാട്ട് സീനിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല ഗാനമാണ്. അതിനകത്ത് കൊച്ചിൻ നിഫിക്ക നല്ല സ്റ്റെപ്പൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. നല്ല രസമാണ് അത് കാണാൻ. കേട്ട് നോക്കൂ. കൽവിന്റെ കൽവായ കുഞ്ഞുങ്ങൾ നിങ്ങൾ, കൽവിന്റെ കൽവായ കുഞ്ഞുങ്ങൾ നിങ്ങൾ, താളത്തിനറവന മുട്ടണ തഞ്ചത്ത് തളവള കിലുക്കി നാടേണം, ഇമ്പത്തിൽ കെത്തിന്റെ ഈണത്തിൽ ചെഞ്ചുടി പൂവുകളെന്നു വിടത്തേണം, 14 ബഹറിന്റെ കുളിരാകണം. റബ്ബി റബ്ബി സല്ലല്ലാഹ് നബി ഹബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതിൽ എഫേർട്ടാണ്. അതായത് ഈ സിനിമയിൽ ഒരുപാട് രംഗങ്ങളുണ്ട്. ഇങ്ങനെ ട്രെയിനിൽ വെച്ച് ചിത്രീകരിച്ച കുറേ ഷോട്ടുകൾ, സീക്വൻസുകൾ, അത് വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ആ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് VFX ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പണ്ട് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇതൊക്കെ ഈ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ സംവിധായകനായ AB രാജ് സാറിനാണ് ഇതിനൊക്കെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കേണ്ടത്. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. പിന്നെ ഇതിലെ ആക്ഷൻ രംഗങ്ങൾ, വിഷ്ണുവർദ്ധൻ്റെ ആക്ഷൻ രംഗങ്ങൾ, മകനെ വരുന്ന സലീം എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ സ്റ്റണ്ടും ഫൈറ്റും പിന്നെ കാർ ചേസ്, ജീപ്പ് ചേസ് ഒക്കെ എടുത്തു പറയുന്നതാണ്. അത് അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ത്രസിപ്പിച്ച രംഗങ്ങളൊക്കെയാണ്. തിയേറ്ററിലൊക്കെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ രംഗങ്ങളൊക്കെയാണ്.
അതിന് പ്രത്യേകം നന്ദി പറയേണ്ടത് എൻ്റെ സംവിധായകനായ എബിരാജ് സാറിനാണ്. അത് അംഗീകരിച്ചേ മതിയാവും. നസീർ സാറിനെയും ജയൻ സാറിനും വെച്ച് ഇതേ ബാനറിൽ തന്നെ, ശ്രീ സായി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ തന്നെ എബിരാജ് സാറ് ഇരുമ്പഴികൾ എന്നുള്ള സിനിമ എടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ പറഞ്ഞ അടിമച്ചങ്ങൾ എന്ന സിനിമ നസീർ സാറിനെയും ജയൻ സാറിനെ വെച്ചെടുക്കുന്നത്. അപ്പോൾ ഈ അടിമച്ചങ്ങൾ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ യൂട്യൂബിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഇതിലെ ട്രെയിൻ സീക്വൻസ് നമുക്ക് ഇരുമ്പഴികൾ എന്ന സിനിമയിൽ കാണാൻ സാധിക്കും. അത് യൂട്യൂബിലുണ്ട്, സെർച്ച് ചെയ്ത് കാണാം. പിന്നെ എന്നെങ്കിലും ഇതൊക്കെ ഈ സിനിമ കാണാനുള്ള അവസരം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഫിലിം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.